വേറെന്താ? പറ. വേറൊന്നുമില്ല. ഒന്നും ചോദിക്കാനില്ലേ? ആനന്ദേട്ടൻ വിളിച്ചിരുന്നോ? ആനന്ദേട്ടൻ ഞങ്ങളങ്ങനെ എപ്പോഴൊന്നും വിളിക്കാറില്ല. ആഴ്ചയിലൊരിക്കൽ വിളിച്ചാൽ. എന്താ? അതെങ്ങനെ? എന്നെ എപ്പോഴും വിളിക്കുമല്ലോ. പിന്നെ പിന്നൊന്നുമില്ല. വേറെ ചോദിക്കെന്തേലും? ആനന്ദേട്ടന് ഷർട്ടാണോ ടീഷർട്ടാണോ ഇഷ്ടം? വേറെ ഒന്നും ചോദിക്കാനില്ലേ? ഞാൻ ഫോൺ വെച്ചോട്ടെ? ആയി, വേണ്ട 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 വേണ്ട. കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായി വീട്ടിൽ? ഒരുക്കങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ അടിപൊളിയാണല്ലോ. അതെ, ആളും ബഹളവും കുട്ടികളും. ഏട്ടത്തമ്മയും കൊച്ചും കൂടി വേണമായിരുന്നു. അതാകെ ഒരു മിസ്. അത് ഞാൻ ഇടയ്ക്ക് ചോദിക്കണം എന്ന് വിചാരിച്ചാ. എന്താണ് ആനന്ദേട്ടനും ഏട്ടത്തമ്മയും തമ്മിലുള്ള പ്രശ്നം? 24 മണിക്കൂറും വിളിച്ചുകൊണ്ടിരിക്കുന്ന അളിയനും അളിയനും അല്ലേ എന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് തന്നെ ചോദിക്കായിരുന്നില്ലേ? എനിക്ക് ഓർക്കാൻ വരുന്നു. ഗുഡ് നൈറ്റ്. ഞാൻ ആനന്ദേട്ടാ പറയടാ. എന്താണ് പരിപാടി? സ്ഥിരം പരിപാടി തന്നെ, കുക്കിംഗ്. ഞാനിവിടെ ബോറടിച്ചിരിക്കുകയായിരുന്നു. തുടങ്ങിക്കളാ. ആനന്ദേട്ടാ, എനിക്ക് 2 കാര്യത്തിലേ വിഷമമുള്ളൂ. എന്താടാ? ഒന്ന്, എനിക്ക് ആനന്ദേട്ടനെ പോലൊരു ബ്രദറിനെ കിട്ടിയില്ല. വിനു, ഈ ലോകത്തിലെ ഏറ്റവും ഒഴുക്കുള്ള ബന്ധം ഏതാണെന്നറിയും നിനക്ക്? അത് ഈ അളിയനും അളിയനും തമ്മിലുള്ള ബന്ധമാണ്. പ്രേമബന്ധത്തിന് പോലും ഇല്ലടാ ആ ഒരു ഫ്ലോ. ആനന്ദേട്ടാ, ഞാൻ പിന്നെ വിളിക്കാം. എന്തോ ആടാ ഇത്? പ്രേമമെന്ന് കേട്ടാ ഉടനെ. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നടക്കാനാണോ നിന്റെ പ്ലാൻ? ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മറക്ക്. ഡാ, നിന്റെ മനസ്സിൽ എത്ര ആഴത്തിൽ അവള് തറച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അത്രയും ആഴത്തിൽ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ നല്ല മനസ്സുള്ള ആണുങ്ങൾക്കേ പറ്റൂ. അത് തന്നെയാണ് എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചേരാൻ ഞാൻ നിന്നിൽ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. അവളുടെ ഫോട്ടോ ഉണ്ടോ നിന്റെ കയ്യിൽ? ആരുടെ? അഞ്ജലിയുടെയോ? അഞ്ജലിയുടെ അല്ല, നിന്റെ പഴയ കാമുകിയുടെ. നിന്റെ മറ്റേ അഴകിയ ലൈല. ഇല്ല. ഇല്ലേ? ഇല്ല എന്നാ തോന്നുന്നത്. കാണും, എനിക്കറിയാം. വേണമെങ്കിൽ ഒപ്പിക്കാം. എന്നിട്ട് നീ ആ ഫോട്ടോ എടുത്ത് അതങ്ങ് കത്തിച്ച് കളയണം, കത്തിച്ച് ചാരമാക്കണം. അങ്ങനെ ചെയ്താൽ ഒരാളെ എളുപ്പത്തിൽ മറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ചെയ്യാം. പക്ഷെ ആനന്ദേട്ടൻ എൻ്റെ 2ാമത്തെ വിഷമം കൂടെ കേൾക്കണം. അതാരാടാ ഇനി വേറൊരുത്തി? അതല്ല ആനന്ദേട്ട. ഓർമ്മയുണ്ടോ ആനന്ദേട്ട? അന്ന് അഞ്ജലിയുടെ കാര്യം പറഞ്ഞ് എന്നെ ആദ്യമായിട്ട് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു. അന്ന് മുതൽ എന്നെ നിർത്താതെ ഫോൺ വിളിച്ച ഒരേട്ടനെ പോലെ കൂടെ നിന്ന് എൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇന്നീ കാണുന്ന വിനുവാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആനന്ദേട്ടൻ ഒരു ഫാമിലി ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം. അത് നടക്കില്ല. നടക്കും. ആനന്ദേട്ടൻ പറ, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? നീ എത്ര നിർബന്ധിച്ചാലും അത് ഞാൻ പറയില്ല. എനിക്ക് ക്ഷീണമാ. അല്ലല്ല, ആ ക്ഷീണമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ വേറെ കുറെ പ്രശ്നങ്ങളുണ്ട് വിനു. അതൊന്നും കുഴപ്പമില്ല. ആനന്ദേട്ടനെ ഏട്ടത്തെയും വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഇല്ല വിനു, ആ സ്നേഹമൊക്കെ എങ്ങോട്ടോ പോയി. പഴയ ഇഷ്ടങ്ങളൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല ആനന്ദേട്ട. ഒരു കാര്യം ചെയ്യ്, ആനന്ദേട്ടൻ്റെ ഫോണിൽ ഏട്ടത്തേമ്മയുടെ ഫോട്ടോ ഇല്ലേ? ഏയ്, ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തിനാ?
ആനന്ദേട്ടൻ അതെടുത്ത് ഫോണിൻ്റെ വാൾപേപ്പറാക്കി വെക്ക്. അങ്ങനെ ഡെയിലി ഏട്ടത്തമ്മയുടെ ഫോട്ടോ കാണുമ്പോൾ ആനന്ദേട്ടൻ്റെ മനസ്സൊക്കെ അങ്ങ് മാറും. അത് വേണോ? വേണം. ഞാൻ ഫോട്ടോ കത്തിക്കണമെങ്കിൽ ആനന്ദേട്ടൻ ഇത് ചെയ്യണം. ആനന്ദേട്ടൻ്റെ വിനുവാണ് ഈ പറയുന്നത്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഈ കല്യാണത്തിന് ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ അഞ്ജലിയുടെയും ഒരു സൈഡിൽ ആനന്ദേട്ടനും മറ്റേ സൈഡിൽ ഏട്ടത്തമ്മയും നടുക്ക് കുഞ്ഞും വേണം.